അഡിക്ഷൻ ഇന്നത്തെ കാലഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാരകമായ ഒരു വിപത്താണെന്ന് തോന്നുന്നു ഈ വാക്ക്. അഡിക്ഷൻ, അടിമത്തം, മൊബൈൽ അഡിക്ഷൻ, സ്ക്രീൻ അഡിക്ഷൻ, ലഹരി മരുന്നുകളോടുള്ള അഡിക്ഷൻസ്, മറ്റു പല ശാരീരിക കാമനകളോടുമുള്ള അഡിക്ഷൻസ്, അങ്ങനെ പോകുന്നു അഡിക്ഷന്റെ വിവിധ തലങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഡിക്ഷൻ അല്ലെങ്കിൽ അടിമത്തം നമ്മുടെയൊക്കെ ജീവിതത്തെ പലപ്പോഴും നാശത്തിലേക്ക്, തകർച്ചയിലേക്ക് നയിക്കുന്ന ഒന്നാണ്. ക്രിസ്ത്യാനിയാണ് എന്ന കാരണത്താൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മരണം വരിക്കണമെന്ന് ആഗ്രഹിച്ച് സ്വയം വിചാരണയ്ക്ക് മുൻപിൽ ഹാജരായ വ്യക്തിയാണ് മാക്സിമൂസ്. വിചാരണ വേളയിൽ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ പേരെന്താണ്? മാക്സിമൂസിന്റെ ഉത്തരം ഇതായിരുന്നു, ഞാൻ മാക്സിമൂസ്, സ്വതന്ത്രനായി ജനിച്ച് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ അടിമയാണ്. ക്രിസ്ത്യാനിയാണ് എന്നതിൻ്റെ പേരിൽ മാക്സിമൂസ് കല്ലെറിയപ്പെടുകയും രക്തസാക്ഷിത്വ മകുടം ചൂടുകയും വിശുദ്ധ മാക്സിമൂസായി ഇന്ന് സഭയിൽ വണങ്ങപ്പെടുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധനായ മാക്സിമൂസ് നമുക്ക് തരുന്ന ഒരു ചിന്ത ഇതാണ്: ക്രിസ്തുവിനോടുള്ള അടിമത്തം മറ്റെല്ലാ അടിമത്തങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും. ഒരർത്ഥത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത് ക്രിസ്തുവിൻ്റെ അടിമയായി തീരുക എന്നുള്ളതാണ്, സ്വർഗത്തിൻ്റെ ദാസനായി തീരുക എന്നുള്ളതാണ്. തിരികെ വരുന്ന ധൂർത്തപുത്രൻ അപ്പനോട് പറയുന്നത്, അപ്പാ, നിന്റെ ദാസരിൽ ഒരുവനായെങ്കിലും എന്നെ സ്വീകരിക്കണേ എന്നാണ്. പുത്രൻ അറിയാം അപ്പൻ്റെ ദാസനായിരിക്കുക എന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യമാണെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പിൻ്റെ ദിനങ്ങൾ ക്രിസ്തുവിൻ്റെ അടിമയായി തീരാൻ, യഥാർത്ഥ സ്വർഗീയ സ്വാതന്ത്ര്യം സ്വന്തമാക്കാൻ നമ്മളെയും പ്രാപ്തരാക്കട്ടെ.